വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം, വന്യമൃഗവേട്ട, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതിൻ്റെ രക്തസാക്ഷിയാണ് ഇത്. കാരണം ഇവിടെ ആളുകൾ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങാൻ ഭയക്കുന്നൊരു സമയമാണ്. എവിടെ നോക്കിയാലും ആനയും കടുവയും പുലിയും കരടിയും പന്നിയും ഒക്കെ നാട്ടിൽ പകലിറങ്ങി നടന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയക്കുന്നൊരവസ്ഥാവിശേഷം നിലനിൽക്കുക. ഇത് അനധികൃതമായി ഈ പറയുന്ന ഇത് വലിച്ച് ഉള്ള ഒരു സംഭവമാണിത്. ഇതിൽ KSEB അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. കാരണം ഈ രൂപത്തിലൊക്കെ 15 വയസ്സായ ഈ കുട്ടിയെ ഒക്കെ ഇത്തരം രൂപത്തിൽ കൊല്ലപ്പെടണമെങ്കിൽ എത്രമാത്രം ശക്തിയുള്ള ഒരു ഇതായിരിക്കും അത്. കാരണം സാധാരണ എല്ലാവരും ഇതിനൊക്കെ ഉപയോഗിക്കുക സോളാർ ഫെൻസിങ് ആണ് ഉപയോഗിക്കുക. അതിനൊരു കൃത്യമായ ഒരു കണക്കുണ്ട് അതിന്. ഇത് നേരിട്ട് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് KSEBയുടെ ഒത്താശയോടുകൂടി ചെയ്ത സംഭവമായിരിക്കും. അല്ലാതെ ഇപ്പോൾ KSEB എവിടെ നാട്ടിലെവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന KSEB ഇങ്ങനെ നേരിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ട ഒരവസ്ഥ വിശേഷം വളരെ ദീനമായ, വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നിലമ്പൂരുള്ളത്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ ഞാൻ ഇന്നലെ ചെന്നപ്പോൾ എടക്കരയുടെ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ആളുകൾ പറയാം അപ്പുറത്ത് 150 മീറ്റർ അപ്പുറത്ത് ആനയുണ്ട്. പകല് ആന വന്ന് നിൽക്കുകയാണ്. അതൊരു ഭാഗത്ത് നിൽക്കുക. ആളുകൾ ഈ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥാവിശേഷത്തിൽ നിൽക്കുക. ഇവിടെ ഇങ്ങനെ അതേപോലെ തന്നെ KSEBയിൽ നിന്ന് അനധികൃതമായി ഇത്തരം ഇത് വലിച്ചെടുക്കുക. എന്നിട്ട് ആളുകൾ, നമ്മുടെ മക്കളൊക്കെ കുട്ടികളൊക്കെ 15 വയസ്സായ കുട്ടി 3 പേരാണ് ഇതിൽ പെട്ടുപോയത്. ഇവരെ ഒന്ന് ജിത്തുവാണ് മരിച്ചത്. യദു കൃഷ്ണ പാലാട് ആശുപത്രിയിലുണ്ട്. അതേപോലെ തന്നെ ഷാനു വിജയ് ഇവിടെയുണ്ട്, +2 പഠിക്കുന്ന കുട്ടി. ഷാനു വിജയ് ഇവിടെയുണ്ട്. ജിത്തുവാണ് മരിച്ചത്. യദു കൃഷ്ണ പാലാട് ആശുപത്രിയിലുണ്ട്. യദു കൃഷ്ണക്ക് അത്ര സീരിയസ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ജിത്തുവാണ് മരിച്ചത്. ജിത്തുവിന് 15 വയസ്സ് പ്രായം. കളി കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി അവര് കുളിക്കാനും അതേപോലെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ് അവര്. ഇത് വാസ്തവത്തിൽ ഇതിനെ പറയുകയാണെങ്കിൽ KSEBയുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന ചില സംഭവങ്ങളാണ്. KSEBയുടെ ഇതിന് നമുക്ക് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറായിട്ട് നമുക്കിതിനെ കണക്കാക്കേണ്ട അവസ്ഥാവിശേഷമില്ലത്. കാരണം ഇങ്ങനെ വലിക്കാനൊക്കെയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? വലിയ പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ നാട്ടിലുള്ളത്. ശക്തമായി ഇതിനുള്ള നടപടികൾ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഏതൊരറ്റം വരെ പോയാലും വേണ്ടിയില്ല, ഇതിൻ്റെ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. യദു കൃഷ്ണയും ഷാനു വിജയും. ഈ സ്വകാര്യ വ്യക്തി അവിടെ മുൻപേ കുറെ കാലമായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. അതാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും അതാണ്. KSEBയുടെ സ്വാഭാവികമായിട്ടും അതായിരിക്കുമല്ലോ. KSEBയുടെ മൗനാനുവാദം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. KSEBയുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ ഒരു അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ, അന്വേഷിക്കുന്നത്. എന്തായാലും ഇത് KSEBയിൽ നിന്നാണെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇത് കൃത്യമായി KSEB ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഈ കാര്യം നടക്കില്ല എന്നത് യാഥാർത്ഥ്യം. പാലാടുള്ള ഹോസ്പിറ്റലിലെ കുട്ടിയുടെ അത്ര ഗുരുതരമല്ല. മറ്റേ കുട്ടിയുടെ ഒബ്സർവേഷനിലാണ്.